നമുക്ക് ഇനി പോകേണ്ടത് ഇതിനായിട്ടൊക്കെ പോരാട്ടം നടത്തുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ശുചിമുറി തുറന്നു തരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ഈ ഉത്തരവിന് മുമ്പ് കണ്ടിട്ടുണ്ട്. പെട്രോൾ പമ്പിലെ ശുചിമുറി തുറക്കാത്തതിന് പോലീസിനെ വിളിക്കാമോ? അങ്ങനെ വിളിച്ച് പയ്യോളി പോലീസിനെ എത്തിച്ച് ശുചിമുറി തുറപ്പിച്ച ഒരാളുണ്ട് കേട്ടോ, പത്തനംതിട്ട ഏഴംകുളത്ത്. പേര് CL ജയകുമാരി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണ് CL ജയകുമാരി. ജയകുമാരിക്കൊപ്പം പ്രവീൺ പുരുഷോത്തമനാണുള്ളത്. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ഒരു ശുചിമുറി സമരം നടത്തിയ ഒരു പോരാളിക്കൊപ്പമാണ് പ്രവീണെന്ന് മനസ്സിലായി. അപ്പോൾ ആ പോരാട്ടം ഇപ്പോൾ കോടതി ഉത്തരവ് വരെ എത്തിയിരിക്കുകയാണ്. സുജിയ, പേരിൽ തന്നെ ജയം എന്ന വാക്കുണ്ട്. ജയകുമാരി മേഡമാണ് നമ്മോടൊപ്പം ഉള്ളത്. 2024 ഫെബ്രുവരിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. പെട്രോൾ പമ്പിൽ അവിടെ ശൗചാലയം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയും എന്നാൽ ജീവനക്കാർ തയ്യാറായില്ല. പിന്നീട് തോൽക്കാൻ തയ്യാറായില്ല. പത്തനംതിട്ടയിലെത്തി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ ഒരു ഗംഭീരൻ പരാതി നൽകി. അതിൻ്റെ വിധിയും സമ്പാദിച്ചു. 1 ലക്ഷത്തിലധികം രൂപ ഈ പെട്രോൾ പമ്പ് ഉടമ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ വിധി. ഇപ്പോൾ ഹൈക്കോടതിയും അനുകൂലമായിട്ട് തന്നെ വിധിച്ചിരിക്കുന്നു. 24 മണിക്കൂറും ടോയ്ലറ്റുകൾ ഏവർക്കും തുറന്നു കൊടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു അല്ലേ? അതെ, തീർച്ചയായും സന്തോഷമുള്ള ഒരു വിധിയാണിത്. യാത്രക്കാരെല്ലാവരും അനുഭവിച്ചിട്ട് ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവരെല്ലാവരും അനുഭവിക്കുന്നതാണ് പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. അത് പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന് നമ്മുടെ കേരളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ മുഴുവൻ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും യാത്രക്കാർക്ക് ഒരു ശുചിമുറി സൗകര്യങ്ങളില്ല. അന്ന് ഈ പയ്യോളി ആ പമ്പിൽ വെച്ച് ആ ദുരനുഭവം ഉണ്ടായപ്പോൾ മനസ്സിൽ വലിയ വേദന തോന്നി. പക്ഷേ നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകാൻ തീരുമാനിച്ചു അല്ല? അങ്ങനെ തന്നെയാണ് അന്ന് തീരുമാനിച്ചത്. അതെ, നിയമത്തിൻ്റെ വഴിയെ പോയതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു വിധി അനുകൂലമായിട്ട് കിട്ടിയത്. അത് സന്തോഷമുണ്ട്. എല്ലാവർക്കും അത് ഉപകാരമായി. അതെ, എല്ലാവർക്കും ഉപകാരമായി. ഇവിടെ എല്ലാ പ്രായഭേദം ഇല്ലാതെ ലിംഗവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഇതാണല്ലോ പ്രാഥമിക. ആ ശങ്ക തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ CL ജയകുമാരി ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രവീൺ, നമുക്കിനി അറിയേണ്ടത് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ കൊച്ചിയും തിരുവനന്തപുരവും നമ്മൾ പരിശോധിച്ചു. പത്തനംതിട്ടയിൽ എങ്ങനെയാണ് പ്രവീൺ? നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പമ്പുകളിലേക്ക് ചെല്ലുമ്പോൾ പലയിടങ്ങളിലും വൃത്തിക്കുറവ് ഒരു പ്രശ്നമാണ്, വെള്ളമില്ലാത്തതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കോടതി ഉത്തരവ് വന്നതുകൊണ്ട് അവിടെയുമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടോ? സുജിയ, ഇക്കാര്യത്തിൽ സാധാരണക്കാർ അജ്ഞരാണ് എന്ന് പറയാം. സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയൊക്കെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം അടിക്കാൻ കയറുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ആവശ്യമുണ്ടെങ്കിൽ പോലും അത് ഈ പെട്രോൾ പമ്പുകളെ സമീപിക്കുന്നതിൽ സാധാരണക്കാർ ഒരു മടി കാണിക്കാറുണ്ട്. കാരണം അവരെങ്ങനെ അതിനോട് പെരുമാറും എന്നൊരു കാര്യം അറിയില്ല. പക്ഷേ ഇപ്പോൾ സംസാരിച്ച ജയകുമാരിയെ പോലുള്ള ധൈര്യമുള്ള സ്ത്രീകൾ ഇക്കാര്യത്തിൽ ധൈര്യപൂർവ്വം നിയമത്തിൻ്റെ വഴി തന്നെ മുന്നേറുകയും അവർ അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുകയും ചെയ്യും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് എപ്പോഴും ഒരു അജ്ഞതയുണ്ട് ഇക്കാര്യത്തിൽ. അത് ആർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി പെട്രോൾ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ചില ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കാറില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളുമുണ്ട്. ഇനി ടോയ്ലറ്റ് തുറന്നാൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. ഈ പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് ഉള്ള ആളുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറില്ല എന്നുള്ളത് ഒരു അനുഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഹൈക്കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള ഒരു വിധി, നേരത്തെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. അത് പെട്രോൾ ഇന്ധനം അടിക്കാൻ വരുന്നവർക്ക് മാത്രം ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഏതായാലും ഇക്കാര്യം എല്ലാ സാധാരണക്കാരും മാറിയിട്ടുണ്ട്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ പെട്രോൾ പമ്പുകളിൽ അത് റോഡിൽ പമ്പുകളിലേക്ക് പോകുമ്പോൾ അവിടെ ശുചിമുറിയുടെ താക്കോൽ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ കോടതി ഉത്തരവുണ്ട്, താക്കോലിങ് തരൂ എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാം. അപ്പോൾ ആ ശങ്ക തീർക്കാനായി കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നമ്മളൊന്ന് അറിയിക്കുകയായിരുന്നു. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ.